ഹലോ ഗായ്സ്, നാളെ നമ്മൾ +1 കെമിസ്ട്രി ആണല്ലോ എക്സാം. നമുക്ക് ഒറ്റ ദിവസം ഗ്യാപ്പ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊക്കെ എന്തായി, എവിടെ വരെ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് കമന്റിൽ അറിയിക്കുക. അത്യാവശ്യം കോൺസെപ്റ്റ് ഒക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇപ്പൊ PYQs ഒക്കെ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോ എന്തായാലും എല്ലാ കോൺസെപ്റ്റ് വായിച്ചുകൊണ്ട് പോവാണ്. ഇന്നലെ ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴായിരുന്നു തുടങ്ങിയത്. അപ്പൊ ഞാനിപ്പം കോൺസെപ്റ്റ് വായിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പം എല്ലാം കംപ്ലീറ്റ് ചെയ്ത് PYQs തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇനിയിപ്പം PYQs ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നോക്കി അതിന്റെ കൂടെ നിങ്ങൾ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കെമിസ്ട്രി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ കമന്റിൽ ഞാൻ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾ കുറെ പേരോട് ചോദിക്കുന്നതാണ്, ഈ ഇമ്പോർട്ടന്റ് പറഞ്ഞുതരുമോ, PYQs തരുമോ. അപ്പൊ ഞാൻ കമന്റിൽ കുറച്ച് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ നോക്കുക ഗൈസ്. അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് എല്ലാം ഉള്ളത്. ഓരോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ റിവിഷന്റെ ഒരു റിവിഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. അതുപോലെ ചാപ്റ്റർ ഓരോന്നായിട്ടുള്ള ലിങ്ക് ഉണ്ട്, PYQsന്റെ ലിങ്ക് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കണമെന്നില്ല, അത് നോക്കിയാൽ മതി. ഇനിയിപ്പോ ചാപ്റ്റർ മൊത്തം അറിയാത്തവർക്ക് അത് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിച്ചിട്ട് നിങ്ങൾ പോവാട്ടോ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, എനിക്ക് മറന്നുപോയതാണ് നമ്മൾ പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് എക്സാം എഴുതിയില്ലേ, അപ്പൊ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണ്, നമുക്ക് ചാപ്റ്ററിന് അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ അത് പുതിയതായിട്ട് തോന്നും, പക്ഷെ നമ്മുടെ ഏതെങ്കിലും ചാപ്റ്ററായിട്ട് ബന്ധമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ചോദ്യം നമുക്ക് ഭയങ്കര അപരിചിതമായി തോന്നുമ്പോൾ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പതറാൻ നിൽക്കരുത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് എന്നിട്ട് നോക്കാം നമ്മൾ പഠിച്ച ഇത്ര ചാപ്റ്റേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. പ്രോബ്ലം ആണെങ്കിൽ അങ്ങനെ നോക്കാം, ഇത് ഏതുമായി ബന്ധപ്പെട്ട്. ചിലപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ, പക്ഷെ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഇക്വേഷന് റീഅറേഞ്ച് ചെയ്തിട്ടായിരിക്കും ആ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെടുത്തി ആൻസർ ചെയ്താൻ വേണ്ടി ശ്രമിക്കുക. അതിനി ഇംഗ്ലീഷിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു പാഠമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് കെമിസ്ട്രിയിൽ അങ്ങനെ ചോദിച്ചാലും ഫിസിക്സിൽ അങ്ങനെ ചോദിച്ചാലും മാത്സിൽ ചോദിച്ചാലും ഒക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഓക്കെ, ബയോളജിയിൽ അതുപോലെ തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസ് ഒക്കെ കുറെ പേർക്ക് ടഫ് അല്ലേ. അപ്പൊ ജസ്റ്റ് അതിൽ ഞാനിപ്പോ അതാണ് പഠിക്കുന്നുള്ളത്, ഓർഗാനിക് കെമിസ്ട്രി, ഹൈഡ്രോ കാർബൺസും. അതിന്റെ കൂടി കോൺസെപ്റ്റ് നോക്കിയിട്ട് ഞാൻ എല്ലാത്തിന്റെ PYQ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമുക്ക് നെയിമിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ നമുക്ക് സാധനം തന്നിട്ട് നമുക്ക് പേര് എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കും. അപ്പം അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ കുറെയൊക്കെ മുമ്പ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം മെയിൻ ആയിട്ട് കുറെ നമ്മൾക്ക് ഈ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോഴുള്ള നെയിമിങ്ങും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പോളി ഫംഗ്ഷണൽ കോമ്പൗണ്ട്സിന്റെ നെയിമിങ്ങും, അതുപോലെ തന്നെ അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. കുറച്ച് ഇമ്പോർട്ടന്റ് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നെയിമിംഗ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കണം ഓർഗാനിക് കെമിസ്ട്രിയില്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ നെയിമിങ്ങിന്റെ ഒക്കെ കോമ്പൗണ്ട്സിനൊക്കെ ഞാൻ ആ PDF കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഐസോമറിസം ഉണ്ടല്ലോ, ഐസോമറിസം നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഐസോമറിസവും പഠിച്ചു വെക്കണം. അതിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ആ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഐസോമറിസം ആണെന്ന് ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ഹോമോലിറ്റിക് ക്ലീവേജും ഹെട്രോലിറ്റിക് ക്ലീവേജും ഉണ്ടല്ലോ, അത് തമ്മിലുള്ള ഡിഫറൻസുകൾ അധികം ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് പഠിക്കുന്ന സമയത്ത് ഹോമോലിറ്റിക് ക്ലീവേജ് എന്താ, അതിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓരോ വൺ ഓഫ് ഇലക്ട്രോൺസ് എന്താണ് ഷെയർഡ് പേരിൽ ഓരോ ഇലക്ട്രോണും ഓരോ ബോണ്ടഡ് ആറ്റംസിന്റെ കൂടെ പോകുന്നു എന്നാണ് അതിൽ പറയുന്നത്. ഹോമോലിറ്റിക് ഒരേപോലെ രണ്ട് സൈഡിലോട്ട് പോകുന്നു, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഹെറ്ററോട്ടിക് അങ്ങനെയല്ല. ഹെറ്ററോട്ടിക് എന്ന് പറയുമ്പോൾ ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഏതെങ്കിലും ഒരാളായിട്ടേ പോകത്തുള്ളൂ. അത് മിക്കവാറും എന്താ പറയാ, ഈ കാറ്റയോൺ ആനിയോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഹെട്രോ, ഡിഫറെന്റ് ആയിട്ട് പോകുന്നു. ഒരു പേര് ഒരാളുടെ കൂടെ മാത്രം പോകുന്നു. അപ്പൊ ഒരാൾക്ക് നെഗറ്റീവ് ചാർജ്, ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ അറിയുന്ന വാക്കിൽ നിങ്ങൾ അതിന്റെ ഉത്തരം എക്സാമിന് എഴുതുക. പിന്നെ ഫ്രീ റാഡിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോമോലിസിസ് വഴിയാണ്. അങ്ങനെ ഒരു 4 ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എഴുതിയാൽ മതി. അത് എത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ന്യൂക്ലിയോ ഫൈലും ഇലക്ട്രോഫൈലും. ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ മനസ്സിലാക്കുക, ന്യൂക്ലിയസ് ലവിംഗ് ആയിട്ടുള്ള, പോസിറ്റീവ് ലവിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അവർക്ക് പോസിറ്റീവ് ചാർജ് ആണ് വേണ്ടിയുണ്ടാവുക. അതാണ്. അപ്പൊ അവർക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് അവർ പോസിറ്റീവ് ചാർജ് തേടുന്നത്. അതുപോലെ ഇലക്ട്രോഫൈൽ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഇലക്ട്രോൺസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അപ്പൊ അവർക്ക് ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് അത്ര ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ നെഗറ്റീവ് ചാർജ് തേടിയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ.
നിങ്ങൾ കാണാതെ പഠിക്കാൻ നോക്കാണ്ട് എല്ലാ കോൺസെപ്റ്റും മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പം നാളെ എക്സാമിന് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഓർമ്മ കിട്ടും. അല്ലെങ്കിൽ എല്ലാം കാണാതെ പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ട്, പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ എഫക്റ്റുകൾ ഉണ്ടല്ലോ, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് ഇൻ കോവാലന്റ് ബോണ്ട്സ്, അതും ഇതേപോലെ തന്നെയാണ്. 4 ടൈപ്പ് ഉണ്ട്. എല്ലാത്തിനും ഡെഫിനിഷൻ ഇതിൽ മാത്രം ഞാൻ പറയാണ്, 4 ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. അത് എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആ ഡെഫിനിഷൻ എഴുതേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പഠിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ട്രിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക, അത് മറ്റുള്ളവർക്ക് ഉപകാരമാകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ അകത്ത് സിമ്പിൾ ആയിട്ടുള്ളതാണ് പ്യൂരിഫിക്കേഷൻ മെത്തേഡൊക്കെ എന്തായാലും പഠിക്കുക. ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് തന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അതിൽ പ്യൂരിഫിക്കേഷന്റെ മൊത്തം രീതി ബൈഹാർട്ടൊന്നും ചെയ്യേണ്ട, ഇന്നത് ചെയ്യാൻ ഇന്ന സംഭവമാണ്, ഇത് ഇന്ന സംഭവത്തിനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതെന്ത് മെത്തേഡ് ആണെന്നുള്ള അറിഞ്ഞിരുന്നാൽ വേണ്ടി മതി. പിന്നെ അതുപോലെ തന്നെയാണ് എസ്റ്റിമേഷനും ആ ഒരു പിന്നെ അതുപോലെ തന്നെ ഡിറ്റക്ഷനും വരുന്നത്. പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഇക്വിലിബ്രിയം, പിന്നെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ ഒക്കെ പറഞ്ഞു തരുമോ, ടഫാണെന്ന് പറഞ്ഞിട്ട്. ഇക്വിലിബ്രിയത്തിലുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു പോവാം. ഇക്വിലിബ്രിയം വളരെ സിമ്പിൾ ആണ്. ആ ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇല്ലേ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും റിയാക്ഷൻ തന്നിട്ട് അതിന്റെ എഴുതാൻ വേണ്ടി ചോദിക്കും. അതുകൊണ്ട് അത് വളരെ സിമ്പിൾ ആയിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു കഴിഞ്ഞ മോഡലിൽ ചോദിച്ചാണ്. മോഡലിൽ ചോദിച്ച വീട് ചോദിക്കത്തില്ല എന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. അപ്പൊ എല്ലാം നോക്കിയിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആപ്ലിക്കേഷൻസ് ഈ ഒരു കഴിഞ്ഞ മോഡലിൽ ചോദിച്ചിട്ടില്ല, അപ്പൊ വേണമെങ്കിൽ ഈ എക്സാമിന് ചോദിക്കാം. ഇനി അടുത്തത് ലെ ഷാലിയർ പ്രിൻസിപ്പിൾ ചിലപ്പോൾ എന്തായാലും ചോദിക്കാം. അപ്പൊ നിങ്ങൾ ലെ ഷാലിയർ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആ എല്ലാം അങ്ങ് ബൈഹാർട്ട് ചെയ്യണം. ഇപ്പൊ ജസ്റ്റ് 3 കാര്യങ്ങൾ നമുക്ക് നോക്കാനുള്ളത്, കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും പ്രഷറും. ഇപ്പൊ കോൺസെൻട്രേഷൻ നമുക്കിപ്പോൾ റിയാക്ടന്റ് കൂട്ടിയാൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നോക്കും, പ്രൊഡക്റ്റ് കൂട്ടിയാൽ റിയാക്ടന്റ് ഉണ്ടാക്കാൻ നോക്കും. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ ടെമ്പറേച്ചർ നിങ്ങൾ മനസ്സിലാക്കുക. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക, എൻഡോതെർമിക് റിയാക്ഷൻ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സോതെർമിക് റിയാക്ഷൻ ആണ് വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു അടിസ്ഥാനം ആ 2 കാര്യം പഠിച്ചാൽ മതി ടെമ്പറേച്ചറിനെ കുറിച്ച്. പിന്നെ അതുപോലെ തന്നെയാണ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറവുള്ള ഭാഗത്തോട്ട് പോകും, കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലുള്ള ഭാഗത്തോട്ട് പോകും. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തായാലും എല്ലാവരും നോക്കണം, കോമൺ ആയ എഫക്റ്റും ബഫർ സൊല്യൂഷൻ, അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ ഡെഫിനിഷൻ പഠിച്ചാൽ മാത്രം മതി. പിന്നെ 2 എക്സാമ്പിൾ സെയിം ആയിട്ടാണ് വരുന്നത്. ബഫർ സൊല്യൂഷൻ ആകുമ്പോൾ അസിഡിക് ബഫർ ബേസിക് ബഫർ ആയിട്ട് നോക്കുക. ആ എക്സാമ്പിളിനെ നിങ്ങൾക്ക് കോമൺ ആയ എഫക്റ്റിന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. പിന്നെ ഇതിലെ കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സിൽ ലൂയിസ് കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെന്തായാലും നോക്കി വെക്കുക. ജസ്റ്റ് കുറെ കാര്യങ്ങൾ കുഞ്ഞായിട്ട് ടോപ്പിക്സ് ആയിട്ട് ഇതിൽ ഈ ചാപ്റ്ററിൽ ഉണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് ടഫ് ഒന്നുമില്ല ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. പിന്നെ അറ്റോമിക് സ്ട്രക്ചറിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കുറെ ലോസ് ഒക്കെ ഉണ്ട്, എപ്പോഴും ചോദിക്കുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പിന്നെ അതുപോലെ തന്നെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ എക്സാമിന് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റർ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ പ്രിൻസിപ്പിൾ ഒക്കെ പഠിക്കുക. പിന്നെ ആ ഇക്വേഷൻ ഒക്കെ വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാട്ടോ. പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തെർമോഡൈനാമിക്സിൽ പ്രോബ്ലംസ് ചിലപ്പോൾ ആ ഒരു ഗിബ്സ് എനർജിനെ അവിടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എൻതാൾപ്പി ഓഫ് റിയാക്ഷൻ, എൻതാൾപ്പി ഓഫ് ഫോർമേഷൻ എന്ന ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അത് നിങ്ങൾ പ്രോബ്ലംസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. ഹൈഡ്രോ കാർബൺസിൽ റിയാക്ഷൻ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പോവാട്ടോ. ഓക്കെ, അപ്പൊ ഏറ്റവും ഞാൻ കുറെ നേരം പറഞ്ഞിട്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ തന്ന ലിങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാവരും സമയം കളയാണ്ട് വേഗം പോയി പഠിച്ചോളൂ. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. എല്ലാവരും വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഓൾ ദി ബെസ്റ്റ്.